ഏറ്റവും കഷ്ടപ്പാടിന്റെ കാലത്ത് ഒരു ദിവസം പോലും ട്രഷറി പൂട്ടാതെ കൊണ്ടുനടന്നുവെന്ന നേട്ടവുമായാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നാലാമത്തെ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുക. കെ.എൻ. ബാലഗോപാൽ കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്ന പ്ലാൻ ബി എന്താണെന്ന് കൂടി ഉറ്റുനോക്കുകയാണ് സംസ്ഥാനത്ത് ജനത. ഒറ്റക്കാര്യം അച്ചട്ടാണ്. മൊത്തം വരുമാനത്തിന്റെ 3% കടമെടുക്കാൻ കേന്ദ്രം അനുവദിക്കുന്ന പ്രശ്നമില്ല. ആ കടമെടുപ്പ് പരിധിയിൽ കിഫ്ബി മാത്രമല്ല ക്ഷേമ പെൻഷൻ നൽകാൻ എടുക്കുന്ന തുകയും വരും. ജീവനക്കാരുടെ PF നിക്ഷേപവും സർക്കാർ എടുത്ത കടമായി രേഖപ്പെടുത്തും. കേന്ദ്രം അനുവദിക്കുന്ന ഗ്രാന്റിൽ ₹1 പോലും കൂടുകയില്ല. GST വിഹിതവും ഉയരില്ല. GST നഷ്ടപരിഹാരം ഇനി കിട്ടാനും പോകുന്നില്ല. ഇതിനൊക്കെ മാറ്റം വരണമെങ്കിൽ സുപ്രീം കോടതിയിൽ നൽകിയ കേസിൽ അനുകൂല വിധി വരണം. ഭരണഘടനാ ബെഞ്ചിലേക്ക് പോയ ആ കേസ് അനക്കമില്ലാതെ തുടരുകയുമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ശത്രുതാപരമായ സമീപനം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഉപരോധത്തിലേക്ക് സംസ്ഥാനത്തെ തള്ളിവിടുകയാണ്. കേന്ദ്രത്തിൻ്റെ സമീപനത്തിൽ പരിതപിച്ച് കയ്യും കെട്ടി നോക്കി നിൽക്കാനല്ല കേരളം തയ്യാറാവേണ്ടത്. പകരം തകരില്ല കേരളം, തളരില്ല കേരളം, തകർക്കാനാവില്ല കേരളത്തെ എന്ന ശക്തമായ വികാരത്തോടു കൂടി നമുക്ക് മുന്നേറാൻ കഴിയണം. സംസ്ഥാനം അതിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്ന കാലത്താണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ 5ാമത്തെ ബജറ്റും അതിൽ 4ാമത്തെ സമ്പൂർണ്ണ ബജറ്റും അവതരിപ്പിക്കുന്നത്. നവംബറിൽ 10,507 കോടി രൂപയുടെ നികുതി വരുമാനം ഉണ്ടായെങ്കിൽ ഡിസംബറിൽ ലഭിച്ചത് 6,973 കോടി രൂപ മാത്രമാണ്. ക്രിസ്മസ് പുതുവത്സര കച്ചവടം സജീവമാകേണ്ട ഡിസംബറിൽ ചരിത്രത്തിലെ ഏറ്റവും മോശം നില. അത് കേരളത്തിൽ മാത്രമല്ല, കേരളം ആശ്രയിക്കുന്ന തമിഴ്നാട്ടിലും ദൃശ്യമാണ്. ഒക്ടോബറിൽ 22,691 കോടി നികുതി പിരിഞ്ഞ തമിഴ്നാട്ടിൽ ഈ മാസം 17,132 കോടി രൂപ മാത്രം. പണമില്ല എന്നത് വസ്തുതയാണെങ്കിലും ഇനി അത് പറഞ്ഞു നിൽക്കാൻ ധനമന്ത്രിക്ക് കഴിയില്ല. ഈ വർഷം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ്. പ്ലാൻ ബി അഥവാ പ്ലാൻ ബാലഗോപാൽ അവതരിപ്പിച്ച് കാണിക്കേണ്ടത് ധനമന്ത്രിയുടെ വ്യക്തിപരമായ ആവശ്യം മാത്രമല്ല, ഇടതുമുന്നണിയുടെ നിലനിൽപ്പിനുകൂടി പ്രശ്നമാണ്. ബിനിൽ ലീല സാബു, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.